നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൈനയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണ് 12 പേർ മരിച്ചു. അപകടം ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട ട്രാക്കുള്ള സ്റ്റീൽ നിർമ്മിത ആർച്ച് പാലത്തിന്റെ നിർമ്മാണത്തിനിടെ. സ്പെയിനിലേക്ക് അവധിക്കാലം ചിലവിടാൻ പോകുന്ന യൂറോപ്യൻ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക്. നീലവിഷ ഡ്രാഗണുകൾ കാരണം സ്പെയിനിലെ കോസ്റ്റ ബാങ്കയിൽ വിനോദസഞ്ചാരികൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് നിരോധിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസിനൊപ്പം ലൈസൻസ് ഇല്ലാതെ മത്സ്യബന്ധനം നടത്തിയതിന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിക്ക് ഔദ്യോഗിക വാണി. ബ്രിട്ടനിലുടനീളം കുടിയേറ്റക്കാർക്കെതിരെ പ്രതിഷേധങ്ങൾ കനക്കുന്നു. ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾ കടുത്ത ആശങ്കയിൽ. UK സർവകലാശാലകൾ പഠിക്കാൻ ഇന്ത്യക്കാരെ അനുവദിക്കുന്ന വിസകളുടെ എണ്ണത്തിൽ ഇടിവ് തുടരുന്നതായി ഹോം ഓഫീസ്. ചർച്ചയുടെ അജണ്ട അംഗീകരിക്കുന്നതുവരെ നിർണായക പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെ ലാവ്റോവ് അരിശം രേഖപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ്. ബിസിനസ് വഞ്ചന കേസിൽ കീഴ്ക്കോടതി പിഴയായി ചുമത്തിയ $454 മില്യൺ ഒടുക്കുന്നതിൽ നിന്നും ഡൊണാൾഡ് ട്രംപിനെ ഒഴിവാക്കി അപ്പീൽ. ഇന്ത്യക്കാരടക്കം യാത്ര ചേരുന്ന ടൂറിസ്റ്റ് ബസ് പടിഞ്ഞാറൻ ന്യൂയോർക്കിൽ അപകടത്തിൽപ്പെട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് 5 പേർ കൊല്ലപ്പെട്ടു. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സെർജിയോ ഗോറിനെ ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ അംബാസഡറായി പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. ചൈനയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണ് 12 പേർ മരിച്ചു. 4 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട ട്രാക്കുള്ള സ്റ്റീൽ നിർമ്മിത ആർച്ച് പാലത്തിന്റെ നിർമ്മാണത്തിനിടെയാണ് അപകടം. യെല്ലോ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന്റെ മധ്യഭാഗം വെള്ളിയാഴ്ച ഉച്ചയോടെ തകർന്നു വീഴുകയായിരുന്നു. സ്റ്റീൽ കേബിളിനുണ്ടായ തകരാറാണ് പാലത്തിന്റെ ഒരു ഭാഗം തകരാൻ കാരണമായത്. അപകട സമയത്ത് 15 ജീവനക്കാരും ഒരു പ്രൊജക്ട് മാനേജറും അവിടെ ഉണ്ടായിരുന്നതായും പറയുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ദുരന്ത പ്രതിരോധ സേനയെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. വാരാന്ത്യം വരെ നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗം കടുത്തതോടെ കാലിഫോർണിയയിലുടനീളം നിരവധി ഇടങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിച്ച് സംസ്ഥാനം കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നു. പിക്കറ്റ് ഫയർ എന്ന് വിളിക്കുന്ന ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ കാട്ടുതീ നാപ്പ കൗണ്ടിയിലെ 3200 ഏക്കറിലധികം വിസ്തൃതിയുള്ള വൈൻ മേഖലയിലേക്ക് പടർന്നതോടെ കാലിസ്റ്റോഗയിൽ ചുറ്റുമുള്ള 100 കണക്കിന് താമസക്കാർക്ക് വ്യാഴാഴ്ച ഒഴിപ്പിക്കൽ ഉത്തരവുകളും മുന്നറിയിപ്പുകളും നൽകി. അഗ്നിശമന സേനാംഗങ്ങൾ അപകടകരമായി ഉയർന്ന താപനിലയും തീയുടെ പരിധിയും വെറും 5% മാത്രമാണ് നിയന്ത്രണ വിധേയമാക്കിയതോടെയാണ് മുന്നറിയിപ്പ് നൽകിയത്. സ്പെയിനിലേക്ക് അവധിക്കാലം ചിലവിടാൻ പോകുന്ന യൂറോപ്യൻ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക്. സ്പെയിനിലെ കോസ്റ്റ ബ്ലാങ്കയിലെ 7 മൈൽ ദൂരത്തിൽ വിനോദസഞ്ചാരികൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് നിരോധിച്ചു. മാരകമായേക്കാവുന്ന കുത്തേറ്റേക്കാവുന്ന സമുദ്രത്തിലെ ഏറ്റവും മനോഹരമായ കൊലയാളി എന്ന് വിളിക്കപ്പെടുന്ന നീല ഡ്രാഗണുകൾ ഈ മേഖലയിൽ കാണപ്പെട്ട സാഹചര്യത്തിലാണ് അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊറെ വിജയുടെ വടക്കു ഭാഗത്തുള്ള ഗാർഡമർ ഡെൽ സെഗുറ മുനിസിപ്പാലിറ്റിയിലെ ബീച്ചുകളിൽ അപായ സൂചന നൽകുന്ന ചുവപ്പ് കൊടികൾ സ്ഥാപിച്ചാണ് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഗ്ലോക്കസ് അറ്റ്ലാന്റിക്കസ് എന്നറിയപ്പെടുന്ന കടൽ ജീവികൾ പോർച്ചുഗീസ് മാൻ ഓവർ പോലുള്ള ജീവികളുടെ വിഷകോശങ്ങളെ ഭക്ഷിക്കുകയും അവയെ അതിന്റെ ശരീരത്തിനുള്ളിൽ സാന്ദ്രീകൃത അളവിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. ആരെങ്കിലും ഇതിനെ തൊടുകയോ ചവിട്ടുകയോ ചെയ്താൽ അവ ശക്തമായി നമ്മുടെ ശരീരത്തിലേക്ക് കുത്തുകയും ഇവയിലെ വിഷം ശരീരത്തിനുള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. കുത്തേൽക്കുന്നതിനെ തുടർന്ന് ഓക്കാനം, വേദന, ഛർദി, ചില സന്ദർഭങ്ങളിൽ അപകടകരമായ അലർജി എന്നിവ ഉണ്ടാകും. മിക്ക കുത്തുകളും മാരകമല്ലെങ്കിലും കഠിനമായ അലർജിയുള്ള ആളുകൾ, കുട്ടികൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, ഒന്നിലധികം തവണ കുത്തേറ്റവർ എന്നിവ അവ മാരകമായി മാറിയേക്കാം. ഈ ജീവികളെ കണ്ടെത്തിയാൽ അടിയന്തരമായി തന്നെ വിവരം അറിയിക്കണമെന്നാണ് അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിലക്കുണ്ടായിട്ടും സെഗുര നദിയുടെ തെക്കും ബാബിലോണിയ ബീച്ചിന് വടക്കുമുള്ള പ്രകൃതിദത്തമായ തീരപ്രദേശമായ ബൈവേസ് ബീച്ചിലും ഇന്നലെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അതേസമയം കുളിക്കാനുള്ള നിരോധിത ഉത്തരവ് ലംഘിച്ച് കടലിൽ ഇറങ്ങിയവർക്ക് കനത്ത പിഴയും നൽകേണ്ടി വന്നു. ഇനി യൂറോപ്പ് ന്യൂസ്. ഡേവിഡ് ലാമിക്ക് കുരുക്കായി മീൻപിടുത്തം തൽക്കാലം പ്രോസിക്യൂട്ട് ചെയ്യില്ല. UK മീൻ പിടിക്കുന്നത്, അതായത് മത്സ്യബന്ധനം, കുറ്റകരമാണോ? നിയമം ലംഘിക്കാതെ ചെയ്യാമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ വൈസ് പ്രസിഡന്റ് JD വാൻസിനൊപ്പം ലൈസൻസ് ഇല്ലാതെ മത്സ്യബന്ധനം നടത്തിയതിന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിക്ക് ഔദ്യോഗിക വാണിംഗ് ലഭിച്ചു. ഓഗസ്റ്റ് 8 കെന്റിലെ ചെവിങ്ങിലുള്ള തന്റെ ഔദ്യോഗിക കൺട്രി റിട്രീറ്റിൽ ബ്രിട്ടനിലെ ഒരു അവധിക്കാലത്തിന്റെ തുടക്കത്തിൽ ആദ്യത്വം വഹിക്കുന്നതിനിടയിൽ വിദേശകാര്യ സെക്രട്ടറിയുമായി വാൻസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
ഇരുവരും മത്സ്യബന്ധനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വടി കൊണ്ടുള്ള റോഡ് ഫിഷിംഗിന് ആവശ്യമായ ലൈസൻസ് ലാമിയുടെ കൈവശമില്ലെന്ന് പിന്നീട് വ്യക്തമായി. ലാമി പിന്നീട് ഒരു റോഡ് ലൈസൻസ് വാങ്ങിയതായും പറയുകയും ചെയ്തു. പരിസ്ഥിതി ഏജൻസിയുടെ വക്താവ് ലാമിയെ പ്രോസിക്യൂട്ട് ചെയ്യില്ലെന്നും പറഞ്ഞു. പക്ഷേ ഒരു ഔപചാരിക മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. 13 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് കരിമീൻ പോലുള്ള ശുദ്ധജലമിനം മത്സ്യങ്ങളെ മത്സ്യബന്ധനം ചെയ്യാൻ റോഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ 2500 പൗണ്ട് വരെ പിഴ ഈടാക്കും. വംശീയ പ്രതിഷേധങ്ങൾ ഉരുകുന്ന ബ്രിട്ടനിലുടനീളം കുടിയേറ്റക്കാർക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ്. തുടക്കമെന്നോണം അഭയാർത്ഥികളുടെ താൽക്കാലിക സൗകര്യമായ ഹോട്ടലുകൾക്ക് മുന്നിലാണ് പ്രതിഷേധങ്ങളെങ്കിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും സിഖുകാരും മറ്റു ഇന്ത്യക്കാരും വിവിധ പ്രാന്തപ്രദേശങ്ങൾ ആക്രമിക്കപ്പെടുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ സമരം ശക്തമാകുമ്പോൾ മറുപുറത്ത് കുടിയേറ്റ സംരക്ഷണം ഗ്രൂപ്പുകളും പ്രകടനങ്ങളുമായി ഇറങ്ങുകയാണ്. പോർട്ട് സ്മിത്ത്, ഓർപിക്സൺ, ലെസ്റ്റർ, ചിപ്സ്റ്റർ, ആസ്ഫോർഡ്, കാർഡിഫ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് ബ്രിട്ടീഷ് പതാക വഹിച്ചെത്തിയ കുടിയേറ്റ വിരുദ്ധരും സ്റ്റാൻഡേർഡ് അപ്പ് ടൂറിസം അനുയായികളും തമ്മിൽ സംഘർഷം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. വ്യാഴാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഹോട്ടലുകൾ 32,000-ലധികം അഭയം തേടുന്നവരും ഉണ്ടായിരുന്നു. ഇത് ലേബർ പാർട്ടിയുടെ ആദ്യ വർഷത്തെ ഭരണത്തിൽ 8% വർധനവ് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് അപ്പ് ടൂറിസം നടത്തുന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങളും എതിർ പ്രകടനങ്ങളും വെള്ളിയാഴ്ച വാരാന്ത്യത്തിൽ കാർഡിഫ് വിമാനത്താവളത്തിന് സമീപമുള്ള ബോർഡ്മൌത്ത്, ലീഡ്സ്, പെർത്ത്, അബർഡീൻ എന്നിവ ഉൾപ്പെടെ അഭയം തേടുന്നവരെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്നതായി കരുതപ്പെടുന്ന ഹോട്ടലുകൾക്ക് പുറത്തു നടക്കുമെന്ന സൂചനയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി കഴിഞ്ഞു. പഠിക്കാൻ ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കാതെ യു കെ സർവകലാശാലകളിൽ പഠിക്കാൻ ഇന്ത്യക്കാരെ അനുവദിക്കുന്ന വിസകളുടെ എണ്ണത്തിൽ ഇടിവ് തുടരുന്നതായി ഹോം ഓഫീസ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025 ജൂണിൽ അവസാനിച്ച വർഷം 98,014 വിസകൾ ലഭിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾ 99,919 വിസകളുമായി ചൈനയ്ക്ക് തൊട്ടു പിന്നിലാണ്. എന്നാൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 11% കുറവുണ്ട്. അനധികൃത കുടിയേറ്റത്തിനെതിരായ നടപടികളുടെ ഭാഗമായി തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം ഇരട്ടിയായി. കുടിയേറ്റ നിയമം ലംഘിച്ചതിന് 2,715 ഇന്ത്യക്കാരാണ് തടവിലായത്. ഭൂരിഭാഗം പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചു. എങ്ങുമെത്താതെ പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച. ചർച്ചയുടെ അജണ്ട അംഗീകരിക്കുന്നതുവരെ നിർണായക പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെ ലാവ്റോവ് വ്യക്തമാക്കി. ഇതോടെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ആശങ്കയിലാണ്. റഷ്യൻ വാർത്താ ഏജൻസിയായ റിയയുടെ റിപ്പോർട്ട് പ്രകാരം പുടിനും സെലൻസ്കിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും ആസൂത്രണം ചെയ്തിട്ടില്ല. എന്നാൽ അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് അജണ്ട തയ്യാറാകുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സെർഗെ ലാവ്റോവ് നിലപാടെടുക്കുന്നു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച നിരവധി കാര്യങ്ങളിൽ റഷ്യ വഴങ്ങാൻ സമ്മതിച്ചതായും ലാവ്റോവ് പറഞ്ഞതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലി കുട്ടികളെ വിലക്കിയ ഫ്രഞ്ച് പാർക്ക് മാനേജർ അകത്തായി. ഒരു കൂട്ടം ഇസ്രായേലി കുട്ടികൾക്ക് പ്രവേശനം നിഷേധിച്ച സംഭവത്തിൽ മതപരമായ വിവേചനം ആരോപിച്ച് തെക്കൻ ഫ്രാൻസിലെ ഒരു വിനോദ പാർക്കിന്റെ മാനേജറെ കസ്റ്റഡിയിലെടുത്തു. 8 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ സ്പെയിനിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു. പൈറനീസ് പർവ്വതങ്ങളിലെ സ്പാനിഷ് അതിർത്തിക്കടുത്തുള്ള പോർട്ടെ പുയ്മോൺസിലെ ടൈറോവൾ ലിപ്സൺ സാഹസിക പാർക്ക് ഉപയോഗിക്കുന്നതിന് ഇവർ വ്യാഴാഴ്ച റിസർവേഷൻ നടത്തിയിരുന്നുവെന്നും പെർബിക്സൺ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു. വ്യക്തിപരമായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർക്ക് മാനേജർ ഗ്രൂപ്പിന് പ്രവേശനം നിഷേധിക്കുകയാണെന്ന് വ്യക്തമായതായും ഫ്രഞ്ച് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് പറഞ്ഞു. ഫ്രാൻസിലെ ജൂത നിരീക്ഷണാലയവും വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ അഗാധമായ രോഷം പ്രകടിപ്പിച്ചു. പ്രായപൂർത്തിയാക്കാത്തവരെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം വിവേചന പ്രവൃത്തി അങ്ങേയറ്റം ഗുരുതരവും റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാനത്തിൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ് എന്ന് സംഘടന കുറ്റപ്പെടുത്തി. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഫ്രാൻസിൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പമ്പ് വിലയ്ക്ക് വാങ്ങി കൗണ്ടി ലിമറിക്കിന്റെ മാനം കാത്തു നാട്ടുകാർ. 1 നൂറ്റാണ്ട് മുമ്പ് കിൽറ്റീലിലെ കൗണ്ട് ലിമറിക്ക് ഗ്രാമത്തിലെ 7 പമ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവ ഒന്നൊന്നായി അടച്ചുപൂട്ടി. ഈ വർഷം അവസാനത്തേത് അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുമ്പോൾ അതിനെതിരെ ഗ്രാമവാസികൾ സംഘടിച്ചു. 26 ഗ്രാമവാസികൾ ഒത്തുചേർന്ന് തങ്ങളുടെ സമ്പാദ്യം ചിലവിട്ട് ആ ബാർ വാങ്ങി വീണ്ടും തുറന്നു കൊടുത്തു. ഇതോടെ തങ്ങൾ പബ്ലിക്കൻസ് ആയെന്നും ഇപ്പോൾ ജനങ്ങൾക്ക് പതിവ് പോലെ ഒത്തുചേരാനും കഥകൾ പങ്കിടാനും ഇടമുണ്ടെന്നുമാണ് നാട്ടുകാരുടെ നിലപാട്. പോലീസുകാരനെ വെടിവെച്ചു കൊന്നു. ജർമ്മനിയിലെ സാർലാൻഡിലെ ഓൾക്കിങ്ങിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിലെ കവർച്ച തടയുന്നതിനിടെ 43-കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ചു.
പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സഹപ്രവർത്തകനും കുറ്റവാളികളെ പിടികൂടാനായി കാൽനടയായി പിന്തുടർന്നപ്പോഴാണ് പ്രതി പോലീസിന് നേരെ നിറയൊഴിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും ആയുധം തട്ടിയെടുത്തതിനു ശേഷമാണ് പ്രതികൾ വെടിവെച്ചത്. കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് കുറഞ്ഞത് 2 തവണയെങ്കിലും വെടിയേറ്റിട്ടുണ്ട്. സംഭവത്തിനിടെ പരിക്കേറ്റ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹെൽസിങ്കിയിൽ ഇന്ത്യ ഡേ ആഘോഷങ്ങൾ. ഹെൽസിങ്കിയിൽ ഇന്ത്യ ഡേ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. 2016 മുതലാണ് ഇന്ത്യ ഡേ ആഘോഷങ്ങൾ ഫിൻഡലിലെ നടത്തുന്നത്. ഇന്ത്യൻ ഭക്ഷണം, നൃത്തം, സംഗീതം, വിനോദസഞ്ചാരം തുടങ്ങിയ ബഹുസ്വരതയെ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തെ ഫിൻഡലിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ഇത്. ഓഗസ്റ്റ് 17 ഹെൽസിങ്കിയിലെ മെരിപുയിസ്തോ പാർക്കിലെ തുറന്ന മൈതാനമാണ് ആഘോഷങ്ങൾക്ക് വേദിയായത്. ഇന്ത്യൻ അംബാസഡർ ഹേമന്ത് കൊതൽവാർ, എസ്പോ നഗരത്തിലെ മേയർ കായി മിക്കനൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥികളായിരുന്നു. വർഷങ്ങളായുള്ള ഇന്ത്യ ഫിൻഡൽ നയതന്ത്ര ബന്ധത്തിന്റെ ആഘോഷത്തിൽ മൈത്രി പ്രമേയത്തിലായിരുന്നു ഇത്തവണത്തെ ഇന്ത്യ ഡേ പരിപാടികൾ. വിവിധ ഇന്ത്യൻ അസോസിയേഷനുകളും മറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളും ആഘോഷങ്ങൾ സജീവമായി പങ്കുചേർന്നു. അയർലൻഡിന് താരിഫ് ഇളവുമായി US. അയർലൻഡിന് ഏറെ ആശ്വാസമേകിക്കൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഇറക്കുമതി 15% താരിഫ് പരിധി നിശ്ചയിച്ച് EU കരാറായി. കരാറുകൾക്കും സെമി കണ്ടക്ടറുകൾക്കും റംബാനിലെ ഇതേ താരിഫുകളാവും ബാധകമാവുക എന്ന് പുതിയ വ്യാപാര കരാർ വിശദീകരിക്കുന്ന EU സംയുക്ത പ്രസ്താവന വ്യക്തമാക്കി. മാസങ്ങളോളം നീണ്ട ആശങ്കകൾക്കാണ് കരാറിലൂടെ പരിഹാരമായത്. അയർലൻഡിലെ ഏറ്റവും ലാഭകരമായ മേഖലകളിലൊന്നാണ് ഫാർമസ്യൂട്ടിക്കൽ. ഉപഭോക്താക്കൾക്കും വ്യാപാര സമൂഹത്തിനും വളരെ മെച്ചമുണ്ടാക്കുന്ന കരാറാണ് ഇതെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ വ്യക്തമാക്കി. 250% വരെ താരിഫ് ഉയർത്തുമെന്നൊക്കെ ഇടയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ശ്രാവണം 2K25 ഓണവുമായി ഹേമ. ഹെറി ഫോർഡ് മലയാളി അസോസിയേഷൻ ഹേമ ശ്രാവൺ 2K25 എന്ന പേരിൽ ആഗസ്റ്റ് 30 ഹെറി ഫോർഡ് സെന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷം നടത്തുന്നു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിൽ ഏകദേശം 500ഓളം അംഗങ്ങളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ വ്യക്തമാക്കി. പരിപാടി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രസിഡന്റ് ബിജോയ് ഉദ്ഘാടനം ചെയ്യും. ഹേമ പ്രസിഡന്റ് ജോജി അധ്യക്ഷത വഹിക്കും. ഓണാഘോഷത്തിന്റെ പ്രധാന ഹൈലൈറ്റായ പ്രശസ്ത താരങ്ങളായ ടിനി ടോം, പാഷാണം ഷാജിയും അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ അരങ്ങേറും. ഇതിനു പുറമെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും ദിനാഘോഷത്തിന് കൂടുതൽ ഭംഗി പകരും. ഇനി ആനന്ദ ട്രാവൽ പൗണ്ട് യൂറോ ഡോളർ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.13 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 87.31 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.36 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.17 ഇന്ത്യൻ രൂപ. ഇനി USA കാനഡ ന്യൂസിലേക്ക്. ഇനി ട്രംപിനുള്ളത് പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായുള്ള ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ നൽകിയ പണത്തിന്റെ കേസ്. ബിസിനസ് വഞ്ചന കേസിൽ കീഴ്ക്കോടതി പിഴയെ ചുമത്തിയ $454 മില്യൺ കോടതി ഒഴിവാക്കി. വാർത്തകൾ വിശദമായി. ബിസിനസ് വഞ്ചന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. കീഴ്ക്കോടതി ചുമത്തിയ $454 ബില്യൺ പിഴ 5-അംഗ അപ്പീൽ കോടതി റദ്ദാക്കി. കുറ്റം നടന്നിട്ടുണ്ടെന്നും എന്നാൽ ചുമത്തിയിരിക്കുന്ന പിഴ അമിതമാണെന്നുമാണ് 2 അപ്പീൽ ജഡ്ജിമാർ ഉത്തരവിട്ടത്. കേസ് സമ്പൂർണ്ണ വിജയമെന്ന് ട്രംപ് പ്രതികരിച്ചു. എന്നാൽ വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ട്രംപ് തട്ടിപ്പിന് ഉത്തരവാദിയാണെങ്കിലും ഏകദേശം $100 മില്യൺ പിഴ അമിതമാണെന്നും കഠിനമായ ശിക്ഷയ്ക്കെതിരായ ഭരണഘടനാ സംരക്ഷണ നിയമങ്ങൾ ലംഘനമാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ പിഴവിലാണ് ട്രംപ് പിഴയടക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ടത്. അതേസമയം പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായി ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയതിനും ഇതിനായി തന്റെ ബിസിനസ് രേഖയിൽ കൃത്രിമത്വം കാട്ടിയതിനും കേസ് ട്രംപിനെതിരെയുണ്ട്. 2024 ഫെബ്രുവരിയിലാണ് ട്രംപിന് $335 മില്യൺ പിഴ കീഴ്ക്കോടതി വിധിച്ചത്. ഈ തുക ഒടുക്കാത്തതിനെ തുടർന്ന് പലിശ വളർന്ന് $515 മില്യൺ എത്തി. എന്നാൽ ഈ വിധിയെ മേൽക്കോടതി ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ന്യൂയോർക്ക് കോടതി ഡൊണാൾഡ് ട്രംപിനെയും ട്രംപ് ഓർഗനൈസേഷനെയും ശിക്ഷിച്ചത്. സർക്കാർ തങ്ങളുടെ പൗരന്മാർക്ക് മേൽ അമിതമായ ശിക്ഷകൾ ചുമത്തുന്ന വിലക്കുന്ന ഭരണഘടനയിലെ 8ാം ഭേദഗതിയെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു ഇപ്പോഴത്തെ അപ്പീൽ കോടതി വിധി. എന്തായിരുന്നു ട്രംപും പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായുള്ള പണമിടപാട് കേസ്? പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായി ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയെന്നും ഇതിനായി തന്റെ ബിസിനസ് രേഖകളിൽ കൃത്രിമത്വം കാട്ടിയെന്നുമുള്ള കേസ് അടക്കം ട്രംപിനെതിരെ കോടതി ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ട്രംപുമായി 2006 ലൈംഗിക ബന്ധം വിശദമായി കോടതിയിൽ സ്റ്റോമി ഡാനിയൽസ് വിശദീകരിച്ചിരുന്നു. സ്റ്റോമിയുമായുള്ള ഈ ബന്ധം മറച്ചുവെക്കാൻ 2016
പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ട്രംപ് $1.3 ദശലക്ഷം സ്റ്റോമിക്ക് നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമത്വം കാട്ടിയെന്നുമാണ് കേസ്. ന്യൂയോർക്ക് കോടതിയിൽ ഹാജരായ സ്റ്റോമി 2006 ലേക്ക് ടാഗോയിലെ ഗോൾഫ് മത്സരവേദിയിലാണ് ട്രംപിനെ കണ്ടുമുട്ടിയതെന്നും അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എന്ന ട്രംപ് ദി അപ്രന്റീസ് എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകനായിരുന്നു. അതിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് ട്രംപുമായുള്ള ബന്ധം സ്ഥാപിച്ചത്. എന്നാൽ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെന്ന് മനസ്സിലായതോടെ താൻ ട്രംപുമായുള്ള ബന്ധം ഉപേക്ഷിച്ചെന്ന് സ്റ്റോമി കോടതിയിൽ മൊഴി നൽകി. 2016 ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഈ കഥ തന്റെ ഓർമ്മക്കുറിപ്പിന്റെ വിൽപ്പനയ്ക്ക് ഉപകരിക്കുമെന്ന് പുസ്തകത്തിന്റെ പ്രചരണം ഏറ്റെടുത്ത കീത്ത് ഡേവിഡ്സൺ പറഞ്ഞിരുന്നു. എന്നാൽ അത് പുറത്തു പറയാതിരിക്കാൻ ഡേവിഡ്സണും ട്രംപിന്റെ അഭിഭാഷകൻ മൈക്കൽ കോഹനും ഉടമ്പടി ഉണ്ടാക്കി. അതനുസരിച്ചാണ് തനിക്ക് $1.3 ദശലക്ഷം നൽകിയതെന്നും സ്റ്റോമി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. വിനോദസഞ്ചാര യാത്ര ദുരന്തത്തിലേക്ക് ഇന്ത്യക്കാരടക്കം ന്യൂയോർക്കിൽ ബസ് അപകടത്തിൽപ്പെട്ടു. ഇന്ത്യക്കാരടക്കം യാത്ര ചെയ്തിരുന്ന ടൂറിസ്റ്റ് ബസ് പടിഞ്ഞാറൻ ന്യൂയോർക്കിൽ അപകടത്തിൽപ്പെട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് 5 പേർ കൊല്ലപ്പെട്ടു. 21 പേർക്ക് ഇതുവരെ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യ, ചൈന, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് യാത്രക്കാർ. ബഫലോ നഗരത്തിന് 48 മണിക്കൂർ കിഴക്ക് പെംബ്രോക്ക് പട്ടണത്തിനടുത്താണ് അപകടമുണ്ടായത്. US കാനഡ അതിർത്തിയിലെ നയഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മീഡിയനിലേക്കും പിന്നീട് ഒരു കുഴിയിലേക്കും മറിയുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് തലകീഴായി മറിഞ്ഞതായി ദൃക്സാക്ഷികൾ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. അപകടം നടക്കുമ്പോൾ ബസ്സിൽ ഡ്രൈവറും മറ്റു ജീവനക്കാരും ഉൾപ്പെടെ 52 യാത്രക്കാരുണ്ടായിരുന്നു. തലയ്ക്ക് പരിക്ക് സംഭവിച്ചവരെയും കൈകാലുകൾക്ക് ഒടിവ് പറ്റിയവരെയും എറിക് കൗണ്ടി മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റിയത് ഡോക്ടർമാർ പറഞ്ഞു. സ്റ്റാറ്റൻ ഐലൻഡിലെ എംവൈ ടൂർ ഇൻകോർപ്പറേറ്റഡിൽ രജിസ്റ്റർ ചെയ്ത ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന് പിന്നാലെ യാത്രക്കാരിൽ പലരും ബസ്സിന് പുറത്തേക്ക് തെറിച്ചു വീണതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. മിക്കവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. നിരവധി പേർ മണിക്കൂറുകളോളം അവശതകളിൽ കുടുങ്ങിക്കിടന്നു. നിരവധി കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വാഷിംഗ്ടണിൽ കണ്ടത് അത്ഭുതകരമെന്ന് ട്രംപ്. രാജ്യ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ നിന്നും അനിശ്ചിത താമസക്കാരെ ഒഴിപ്പിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ദേശീയ സേനയെ വിന്യസിച്ചതിന്റെ നടപടി ഫലം കണ്ടു തുടങ്ങിയെന്ന് ഡൊണാൾഡ് ട്രംപ്. കുറ്റകൃത്യങ്ങൾ അവിടെ അത്ഭുതകരമായി കുറഞ്ഞെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഈ നടപടി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തനിക്ക് പ്രചോദനമാണെന്നും അടുത്തത് ചിക്കാഗോ ആയിരിക്കുമെന്നും വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ ട്രംപ് പ്രഖ്യാപിച്ചു. പിന്നീട് ന്യൂയോർക്കിലേക്കാകും നാഷണൽ ഗാർഡ് മാർച്ച് ചെയ്യുകയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടൺ DC-യിൽ അടുത്തിടെ ഫെഡറൽ സേനയെ വിന്യസിച്ചതിന്റെ ക്രെഡിറ്റ് ആവശ്യപ്പെട്ട ട്രംപ് തന്റെ നടപടിയിലൂടെ അവിടെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞെന്നും പ്രഖ്യാപിച്ചു. തലസ്ഥാനത്ത് കൊലപാതകങ്ങളില്ലാത്ത ഒരാഴ്ച കടന്നുപോയതായും ട്രംപ് അഭിമാനത്തോടെ പറഞ്ഞു. ഇത് അത്ഭുതമാണെന്നും മിക്ക DC നിവാസികളും സൈനിക സാന്നിധ്യത്തെ അംഗീകരിക്കുന്നില്ലെന്ന് കാണിക്കുന്ന സർവേകളും ട്രംപ് തള്ളിക്കളഞ്ഞു. സെർജിയോ ഗോറിനെ ട്രംപിന്റെ ഇന്ത്യൻ പ്രതിനിധി. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സെർജിയോ ഗോറിനെ ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ അംബാസഡറെ നിയമിച്ച് ഡൊണാൾഡ് ട്രംപ്. അധിക നികുതി ചുമത്തിയതിനെ തുടർന്ന് ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായതിന് പിന്നാലെയാണ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഇന്ത്യയിലെ അംബാസഡറെ ട്രംപ് അയക്കുന്നത്. ദക്ഷിണ മധ്യ ഏഷ്യയിലെ പ്രത്യേക പ്രതിനിധിയുടെ ചുമതലയും സെർജിയോയ്ക്ക് നൽകിയിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായാണ് സെർജിയോ ഗോർ അറിയപ്പെടുന്നത്. വൈറ്റ് ഹൗസിൽ പ്രസിഡൻഷ്യൽ പേഴ്സണൽ ഓഫീസിലെ ഡയറക്ടറാണ് ഇപ്പോൾ സെർജിയോ ഗോർ. എറിക് ഗാർസെറ്റിക്ക് പകരമായാണ് സെർജിയോ ഗോർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിലാണ് സെർജിയോ ഗോറിന്റെ ജനനം. പിന്നീട് അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി. ഇക്കാലയളവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഇതുവരെ സജീവമായി. റഷ്യക്ക് ട്രംപ് വക ഭീഷണി വീണ്ടും. ഉക്രൈനിൽ സമാധാനപരമായ ഒത്തുതീർപ്പിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുമെന്ന് വീണ്ടും ഭീഷണി മുഴക്കി ഡൊണാൾഡ് ട്രംപ്. പുടിനും സെലൻസ്കിയും തമ്മിൽ ഒരു നല്ല കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും ഇരുവരും എണ്ണയും വിനാഗിരിയും പോലെയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വിരട്ട്. അലാസ്കയിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് മോസ്കോയുടെ തുടർ നടപടികളിൽ താൻ നിരാശനാണെന്ന് ട്രംപ് പറയുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്നത് താൻ തീരുമാനിക്കും. അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാകും. അത് വൻതോതിലുള്ള ഉപരോധങ്ങളോ താരിഫുകളോ അല്ലെങ്കിൽ രണ്ടും വേണമോ വേണ്ടയോ എന്നൊക്കെയാകാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ ആഴ്ച ഉക്രൈനിലെ ഒരു അമേരിക്കൻ ഫാക്ടറിയിൽ റഷ്യൻ ആക്രമണം നടന്നതിലും ട്രംപ് അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. ആരും നിയമത്തിന് അതീതരല്ല, FBI അതിന്റെ പണി ചെയ്യുമെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ. വെള്ളിയാഴ്ച പുലർച്ചെ ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിമർശകനുമായ ജോൺ ബോൾട്ടന്റെ മേരിലാൻഡിലെ ബെതസ്തയിലുള്ള വീട്ടിലും പിന്നീട് ഓഫീസിലും FBI ഏജന്റുമാർ റെയ്ഡ് നടത്തി. രഹസ്യ രേഖകൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് റെയ്ഡെന്ന് അധികൃതർ വ്യക്തമാക്കി. ആരും നിയമത്തിന് അതീതരല്ലെന്നും FBI ഏജന്റുമാർ തങ്ങളുടെ ദൗത്യം തുടരുകയാണെന്നുമാണ് FBI ഡയറക്ടർ കാഷ് പട്ടേൽ എക്സിൽ വ്യക്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയിലെ US അംബാസഡറായിരുന്ന ബോൾട്ടൺ ഡൊണാൾഡ് ട്രംപുമായി
ആദ്യ ടൈമിൽ തെറ്റിപ്പിരിക്കുകയും 2019 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിൽ നിന്നും പുറത്താക്കപ്പെടുകയുമായിരുന്നു. ICECH പ്രഥമ പിക്കിൾ ബോൾ ടൂർണമെന്റിൽ മിന്നും ചെയ്യാം. ബാഡ്മിന്റന്റെയും ടെന്നീസിന്റെയും വകഭേദമായ ICECH പിക്കിൾ ബോൾ ടൂർണമെന്റ് പ്രഥമ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ എത്തിയത് 25 ടീമുകൾ. പ്രഥമ ടൂർണമെന്റിൽ ഹൂസ്റ്റൺ സെന്റ് ജോസഫ് സീറോ മലബാർ ചർച്ച്, സെന്റ് ജെയിംസ് കാനായ ചർച്ച്, സെന്റ് തോമസ് CSI ചർച്ച് ടീമുകൾ ജേതാക്കളായി എവർറോളിംഗ് ട്രോഫികളിൽ മുത്തമിട്ടു. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ഹൂസ്റ്റന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ഹൂസ്റ്റൺ ട്രിനിറ്റി സെന്ററിൽ നടന്ന ആ ടൂർണമെന്റ് ICECH പ്രസിഡന്റ് റവറൻഡ് ഫാദർ ഡോക്ടർ ഐസക് B. പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷാജൻ ജോർജ്, ട്രിനിറ്റി മാർത്തമ്മ ഇടവക വികാരി റവറൻ ജിജു M. ജേക്കബ് എന്നിവരും പങ്കെടുത്തു. സമ്മാനദാന ചടങ്ങിൽ വിജയികൾക്ക് സ്റ്റാറ്റ്ഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു ട്രോഫികൾ നൽകി. മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ട്, ഫോർട്ട് ബെൻഡ് കൗണ്ടി ഡിസ്ട്രിക്ട് ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ എന്നിവരും പങ്കെടുത്തു. കീനിന്റെ ഫാമിലി നൈറ്റ് പ്രോഗ്രാം കിക്ക് ഓഫ് നടന്നു. കേരള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് ഈസ്റ്റ് അമേരിക്കയുടെ ഫാമിലി നൈറ്റ് പ്രോഗ്രാമിന്റെ കിക്ക് ഓഫ് ന്യൂജേഴ്സിയിലെ എഡിസണിലുള്ള ഷെറാട്ടൺ ഹോട്ടലിൽ ഗംഭീരമായി നടന്നു. കീൻ ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ജേക്കബ് തോമസ്, സ്റ്റുഡന്റ് അഫയേഴ്സ് ചെയർ ഡോക്ടർ സിന്ധു സുരേഷ്, ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പർ ലിസ ഫിലിപ്പ് എന്നിവരും പങ്കെടുത്തു. 150-ൽ പരം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനുള്ള സ്കോളർഷിപ്പുകൾ കീൻ നൽകി വരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിന് കുട്ടികൾക്ക് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ, ഫാക്ടറി ടൂറുകൾ, ജോബ് പ്ലേസ്മെന്റുകൾ തുടങ്ങി അനേകം പദ്ധതികളും കീൻ ഒരുക്കിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. പ്രതിരോധ സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൗദി പ്രതിരോധ മന്ത്രാലയം അമേരിക്കൻ സൈന്യവുമായി പുതിയ സഹകരണ കരാർ ഒപ്പുവെച്ചു. പരിശീലനം, വിദഗ്ധരുടെ കൈമാറ്റം, സുരക്ഷയൊരുക്കുന്നതിലും സമാധാന അന്തരീക്ഷത്തിൽ സ്ഥിരതയുണ്ടാക്കുന്നതിലും പിന്തുണ എന്നിവയാണ് കരാറിലെ വ്യവസ്ഥകൾ. ഇന്ത്യാന ഒക്ലഹോമ നാഷണൽ ഗാർഡുമായി കരാർ. കരാർ പ്രകാരം സംയുക്ത സേനാ സംവിധാനം രൂപപ്പെടുത്തും. സൗദി കരസേനയെ കൂടുതൽ സജ്ജമാക്കും. സംയുക്ത സൈനിക പരിശീലനം നടത്തും. തന്ത്രങ്ങൾ ഒരുക്കുന്നതിലെ ആസൂത്രണം, മികച്ച നേതൃത്വത്തെ രൂപപ്പെടുത്തൽ എന്നിവയിലും സഹകരണമുണ്ടാകും. അത്യാഹിതങ്ങൾ എങ്ങനെ ഇടപെടണം, പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നിവയിലും സൗദിക്ക് അമേരിക്കൻ സേനയുടെ സഹായം ലഭിക്കും. സൗദി സൈനികരെ അമേരിക്കയിലും തിരിച്ച് പരിശീലിപ്പിക്കും. സൗദി അറേബ്യയിലെ സ്ത്രീ ജനസംഖ്യ 60% പേരും 29 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത് രാജ്യത്തെ യുവജനങ്ങളുടെ വലിയ സ്വാധീനം എടുത്തു കാണിക്കുന്നുണ്ട്. സൗദി വിമൻസ് റിപ്പോർട്ട് 2024 അനുസരിച്ച് സൗദി സ്ത്രീകളുടെ ആകെ എണ്ണം 9.8 ദശലക്ഷത്തിലെത്തി. ഇതിൽ 15-നും 34-നും ഇടയിൽ പ്രായമുള്ളവർ 35.7%, 20-നും 24-നും ഇടയിൽ പ്രായമുള്ളവർ 17.6%. ഈ കണക്കുകൾ മറ്റ് പ്രായവിഭാഗങ്ങളെ അപേക്ഷിച്ച് യുവതികളുടെ ഉയർന്ന അനുപാതം കാണിക്കുന്നു. 60 വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ള സ്ത്രീകൾ മൊത്തം സ്ത്രീ ജനസംഖ്യയുടെ 6.2% മാത്രമാണ്. 15-നും 64-നും ഇടയിൽ പ്രായമുള്ള തൊഴിലെടുക്കാൻ ശേഷിയുള്ള സൗദി സ്ത്രീകളുടെ ശതമാനം 63 ഉയർന്നു. ജനസംഖ്യയിൽ ജോലി ചെയ്യുന്ന സൗദി സ്ത്രീകളുടെ ശതമാനം 31.8% വർദ്ധിച്ചു. തൊഴിൽ വിപണിയിലെ സ്ത്രീ പങ്കാളിത്ത നിരക്ക് 36%. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.26 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.75 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 285.95 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 227.07 ഇന്ത്യൻ രൂപ. ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. കഴിഞ്ഞ ബുധനാഴ്ച ലോക്സഭയിലും വ്യാഴാഴ്ച രാജ്യസഭയിലും ബില്ല് പാസാക്കിയിരുന്നു. പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനം, പരസ്യം എന്നിവ നിരോധിക്കുന്നതാണ് ദി പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ. പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിന് 3 വർഷം തടവോ 1 കോടി രൂപ വരെ പിഴയോ ഏർപ്പെടുത്തുമെന്നും ബിൽ നിർദ്ദേശിക്കുന്നു. ഓൺലൈൻ ഗെയിമുകളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാനാണ് നിയമ ഭേദഗതി. ഓൺലൈൻ വാതുവെപ്പുകൾക്കും ശിക്ഷയും പിഴയും ഏർപ്പെടുത്തും. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതിയായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക ISRO പുറത്തിറക്കി. 2028 ആകുമ്പോഴേക്കും ആദ്യ മൊഡ്യൂൾ ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് BAS മാതൃക പുറത്തിറക്കിയത്.
നിലവിൽ 5 ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത സംരംഭമായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ചൈനയുടെ ചിയാങ്ഗോങ് സ്പേസ് സ്റ്റേഷനുമാണ് ബഹിരാകാശത്തുള്ളത്. 2035 ആകുമ്പോഴേക്കും 5 മൊഡ്യൂളുകൾ ഭ്രമണപഥത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. BAS ഒരു മൊഡ്യൂളിനും 10 ടൺ ഭാരം വരും. ഭൂമിയിൽ നിന്നും 450 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥാപിക്കുക. ഇനി സ്പോർട്സ്. മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമം. അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുന്നു. ഇതു സംബന്ധിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗിക സ്ഥിരീകരണമായി. നവംബറിൽ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കുമെന്നാണ് AFA അറിയിച്ചിട്ടുള്ളത്. കേരളത്തിന് പുറമെ അങ്കോളയിലും അർജന്റീന കളിക്കും. നവംബർ 10 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ സൗഹൃദ മത്സരങ്ങൾ നടക്കുക. അതേസമയം മെസ്സിപ്പടയുടെ എതിരാളികളെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ഒക്ടോബറിൽ അമേരിക്കയിലാണ് അർജന്റീന ടീം കളിക്കുന്നത്. മാസങ്ങൾ നീണ്ട വിവാദങ്ങൾക്കൊടുവിലാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുന്നെന്ന കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.